പമ്പയിലാണ് നിൽക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം. ഇതിൻ്റെ എല്ലാമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പിറകിൽ കാണാം വലിയ ആഗോള അയ്യപ്പ സംഗമം എന്ന് വലിയ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പടുകൂറ്റൻ പന്തലാണ്. ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നോ കാര്യങ്ങൾ? ഇതുവരെ നന്നായി നടന്നു പോകുന്നു. സ്വാമിയെ ശരണമയ്യപ്പ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം നന്നായി നടന്നു പോവുകയാണ്. ഇന്നലെ തന്നെ പ്രതിനിധികൾ എത്തിത്തുടങ്ങി. നമ്മുടെ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു ഇന്നലെ തന്നെ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം രാവിലെ വരും. 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷൻ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വേദിയിൽ 9:30-ക്കാണ് പിന്നെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു 8 മണിയോടുകൂടി ഭജൻ ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 9:30-ക്ക് തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 3 സെഷനുകളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നടക്കാൻ പോകുന്ന, ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളാണ്. ഒന്ന്, ഈ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറിയും പിന്നെ ഹൈപ്പവർ കമ്മിറ്റിയുടെ പഴയ അധ്യക്ഷനുമായിരുന്ന ജയകുമാർ IAS ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതേ സമയത്ത് തന്നെ 2 വേദികളുണ്ട്. ഒരു വേദിയിൽ ഹിൽ ടോപ്പിലുള്ള വേദിയിൽ ടൂറിസം നമ്മുടെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജേക്കബ് പുന്നൂസ് പഴയ DGP ആണ് അത് നേതൃത്വം നൽകുന്നത്. ADGP ശ്രീജിത്ത് ഉൾപ്പെടെ അതിൽ പങ്കെടുക്കും. പിന്നെ 3-ാമത്തെ വേദിയിൽ പിന്നെ പിൽഗ്രിം ടൂറിസം, അതുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രധാനമന്ത്രിമാരുടെ CK നായർ സാറാണ്. അത് ടൂറിസം സെക്രട്ടറി ബിജു IAS അതിൽ പങ്കെടുക്കും. അങ്ങനെ ഒരുപാട് പേരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. 3 സെഷനാണ് ഏറ്റവും പ്രധാനം. ഈ ചർച്ചകളിൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഭക്തർക്ക് കുറച്ചുപേർക്ക് അഭിപ്രായം പറയാൻ പറ്റും, കുറച്ച് പേർക്ക് എഴുതി സമർപ്പിക്കാൻ പറ്റും. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നോട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അത് വാലിഡിറ്ററി സമ്മേളനത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അത് VN വാസവൻ അത് അവതരിപ്പിക്കും. അതിനുശേഷം ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കമ്മിറ്റി. ആ കമ്മിറ്റി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ BJP എതിർക്കുന്നു, UDF എതിർക്കുന്നു. ഒരു ഭയമുണ്ടോ എന്തെങ്കിലും? എന്തിനാണ് ഭയക്കുന്നത്? അത് ഭയമൊന്നുമില്ല. എതിർക്കുവാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമല്ലേ. അപ്പോൾ അതിനെ ഞങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. അതിൽ രാഷ്ട്രീയം മാത്രമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ബോർഡ് ഇരിക്കുന്നു. LDF സർക്കാർ ആയതുകൊണ്ട് LDF സർക്കാരിൻ്റെ പിന്തുണ നേടുന്നു. UDF സർക്കാരായിരുന്നു UDF സർക്കാരിൻ്റെ പിന്തുണ നേടിയേനെ. കാരണം ദേവസ്വം ബോർഡുകൾക്ക് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ത് മനോഹരമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളെ കൊണ്ട് മാത്രം കുട്ടികൾ കൂടുന്ന കാര്യമാണോ? എല്ലാവരും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിജയമാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിജയമാവുമല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം ഇതിനെല്ലാം ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. എല്ലാ കൊല്ലവും നടത്തുന്ന രീതിയിലേക്ക് മാറും. ആലോചിക്കുന്നുണ്ട്. അത് ആലോചിച്ചല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആലോചിച്ച് ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും.